ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ UKG ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023-24 കൊല്ലത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ പേര് പറയുക. ഇതെന്താണ്? ഇത് വട, ഇത് ആന, ഇല, ഉറി. ഓക്കെ കൂട്ടുകാരെ, ഈ ചിത്രങ്ങളുടെ പേര് പറയുക. ഇതിന് 6 മാർക്കാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക. അപ്പം വിട്ടുപോയ അക്ഷരങ്ങൾ നമുക്ക് കളങ്ങളിൽ പൂരിപ്പിക്കാം. എന്തൊക്കെ അക്ഷരങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത്? ക, കാ, കി, കീ, കു, ക്ക്. ഇതുപോലെ മാതൃക അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കളങ്ങൾ പൂർത്തിയാക്കാം. ത എന്തെഴുതും? താ, തി, തീ, തു, ത്. അടുത്തത് ച, ചാ, ചി, ചീ, ചു, ച്. അടുത്തത് പ, പാ, പി, പീ, പു, പ്പ്. ഓക്കെ കൂട്ടുകാരെ, ഇതിന് 3 മാർക്കാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിട്ടുപോയ അക്ഷരം ഏതെന്ന് എഴുതുക. ഇതെന്താണ്? ഇത് തറയാണ്. ഈ ചിത്രം എന്താണ്? തറ. തറയുടെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ത. ഇവിടെ ത എന്ന് എഴുതുക. ഇതെന്താണ്? ഇത് ചവണയാണ്. ചവണയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? ച. ചവണ, അതിൽ ച എന്ന് എഴുതണം. അടുത്തതോ? അടുത്തത് അല. അലയുടെ ആദ്യത്തെ അക്ഷരം അ. ഇനി ഇതെന്താ? ഇത് ഈറ. ഈറയ്ക്ക് ആദ്യത്തെ അക്ഷരം ഏതാ? ഈ. ഇതിന് 4 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിട്ടുപോയ ചിഹ്നം ചേർക്കുക. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഇതിന് വിട്ടുപോയ ഈ വാക്കുകൾക്ക് വിട്ടുപോയ ചിഹ്നങ്ങൾ നമുക്ക് ചേർക്കാം. വട. ഇനി എന്ത് ചിഹ്നം ചേർക്കണം ഇതിലെ? ഈ ചിഹ്നം ചേർക്കാല്ലേ. അപ്പം എന്ത് വായിക്കും? വടി. അപ്പം ഈ ചിഹ്നം ഇവിടെ എടുത്തെഴുതണം. അടുത്തത് പ ഡാഷ് വ. എന്ത് ചിഹ്നം ചേർത്താലാണ് ഒരു വാക്ക് കിട്ടുക? ആ ചിഹ്നം ചേർക്കാല്ലേ. അപ്പം ഈ ദീർഘം, ആ ചിഹ്നത്തിന് എന്താ പറയാ? ദീർഘം. ദീർഘം ദേ ഇവിടെ എടുത്തെഴുതണം. അപ്പം എന്ത് വായിക്കും? പാവ. ഇനി എന്താ? ഇത് പ ഡാഷ് ലി. അപ്പം എന്ത് ചിഹ്നം ചേർത്താലാണ് ഒരു വാക്ക് കിട്ടുക? ബ്രാക്കറ്റിൽ ഏത് ചിഹ്നം ചേർക്കണം? ഇത് ഈ ചിഹ്നം ചേർക്കാല്ലേ. ഈ ചിഹ്നം കെട്ടുവള്ളി എവിടെ എഴുതണം? ഇവിടെ എഴുതണം. അപ്പം എന്ത് വായിക്കും? പീലി. അടുത്തത് മാവ വരെ എഴുതിയിട്ടുണ്ട്. അപ്പം എന്താണ് ചിഹ്നം ചേർക്കേണ്ടത്? നമുക്ക് ഈ ചന്ദ്രകൊല ചിഹ്നം ചേർക്കാല്ലേ. അപ്പം എന്ത് എഴുതും? വാക്ക് മുകളിലായിട്ട് ഈ ചന്ദ്രകൊല ചിഹ്നം ചേർക്കണം. അപ്പം എന്ത് വായിക്കും? മാവ്. ഓക്കെ കൂട്ടുകാരെ, ഇതിന് 4 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഉത്തരം എഴുതുക. ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ വാക്കുകളാണ് തന്നേക്കണത്? പത, തല, പറ, പന. ഇനി നമുക്ക് ചോദ്യം തരുമ്പോൾ അതിൻ്റെ ഉത്തരം ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നെല്ലളക്കാൻ ഉപയോഗിക്കുന്നത് ഡാഷ്. നെല്ലളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പറയാണ്. അപ്പം ഈ പറ എന്ന് ഇവിടേക്ക് എടുത്തെഴുതണം. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഒറ്റത്തടി മരം. ഒറ്റത്തടി മരം ഏതാ? ഒറ്റത്തടി മരം ഡാഷ്. ഏതാണ് ഒറ്റത്തടി മരം? ഒറ്റത്തടി മരം പനയാണ്. അപ്പം പന. ഇത് ഇവിടേക്ക് എടുത്തെഴുതണം. ഓക്കെ. ഇനി സി ക്വസ്റ്റ്യൻ. സോപ്പിൽ നിന്ന് ഇതുണ്ടാകും. എന്താ സോപ്പിൽ നിന്നുണ്ടാകുന്നത്? പതയാണ്. അപ്പം പത എന്ന് എടുത്ത് ഇവിടെ എഴുതണം. അടുത്തത് ഡി ക്വസ്റ്റ്യൻ. ശരീരത്തിലെ ഒരു ഭാഗം. ശരീരത്തിലെ ഒരു ഭാഗം ബ്രാക്കറ്റിൽ തന്നതിൽ നിന്ന് എഴുതണം. ഏതാണ് ശരീരത്തിലെ ഒരു ഭാഗം? തല. അപ്പോൾ തല എന്ന് എടുത്ത് ഇവിടെ എഴുതണം. ഓക്കെ കൂട്ടുകാരെ, ഈ ഒരു ക്വസ്റ്റ്യന് 6 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കാണുന്ന മൃഗങ്ങളുടെ പേരെഴുതുക. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഏത് മൃഗമാണ്? ഇത് പുലിയാണ്. അപ്പം ഇവിടെ പുലി എന്ന് എഴുതണം. പുലി. ഓക്കെ. ഇത് ഏത് മൃഗമാണ്? ഇത് ആട്. അപ്പം ഇവിടെ ആട് എന്ന് എഴുതണം. ഓക്കെ കൂട്ടുകാരെ, ഇതിന് 2 മാർക്കാണ്. അങ്ങനെ 25-ലാണ് എക്സാം നടക്കുന്നത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ.